നേരത്തെ ചെങ്ങറേൻ്റെത് ചോദിച്ചല്ലോ, ഉറപ്പിച്ച് ഞങ്ങൾ പറയാം, ചെങ്ങറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു യോഗം വിളിച്ചു ചേർത്താണ്. അതിൽ ആദിവാസി സംഘടനകൾ ആ സമരത്തോട് ഒരു വിയോജിപ്പും അവർക്കുണ്ടായിരുന്നില്ല. അർഹതപ്പെട്ട എല്ലാ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി കൊടുക്കാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭൂമി കൊടുക്കണമെങ്കിൽ ഭരണതലത്തിൽ കുറച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 12,000 ചില്ലാനം ഏക്കർ ഭൂമി ഗവൺമെൻറ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ആദിവാസി നിയമവും കൂടി നടപ്പിലാക്കുന്ന സമയത്ത് അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. പക്ഷേ ഇവരുടെ തണലിൽ അനധികൃതമായിട്ടുള്ള കുറേ കയ്യേറ്റങ്ങളുണ്ട്. അവരെ തടയണം, അവരെ ഒഴിവാക്കണം. അത് ആറളത്ത് കഴിഞ്ഞു. ആറളത്തിലും ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ആറളത്തിലും അർഹതപ്പെട്ടവർക്ക് പുറമെ അനർഹരായിട്ടുള്ള ആൾക്കാർ ഭൂമിക്കാരി. കോടിയേരിയോട് ഞാൻ പറഞ്ഞു, ഒരു പോലീസിനെ അങ്ങോട്ടേക്ക് വിടണ്ട, അർഹതപ്പെട്ടവരാരാണ് എന്നുള്ളത് അവർ തന്നെ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അവർ തന്നെ കണ്ടുപിടിച്ചു അർഹതപ്പെട്ടവരാരാണെന്നുള്ളത്. അനർഹരായിട്ടുള്ള ആൾക്കാർ സ്വമേധയാ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്തു. അതേപോലെ ഈ സമരത്തിലും അർഹതപ്പെട്ട ആൾക്കാർക്ക്, ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമി കൊടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ചെറുപ്പകാലം നാദാപുരത്തായിരുന്നു അല്ലേ? അതിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? സ്കൂൾ ലീഡർ ആയിരുന്നു അന്ന്. KSF എന്ന് പറയുന്നത് ഇല്ല. അപ്പം അന്ന് എൻ്റെ മുമ്പിലുള്ള ജനനേതാക്കന്മാർ എന്ന് പറയുന്നത് കേൾവിയുള്ളത് ഇങ്ങനെ സ്വപ്നത്തിൽ മാത്രം കാണുന്നതും AKG, EMS, CH കണാരൻ ഇതൊക്കെയാണല്ലോ. പക്ഷെ ഞങ്ങളുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കൾ കേളുവട്ടൻ, ഏക്കണാരൻ, EV കൃഷ്ണൻ, EV കുമാരൻ. അപ്പം അവരൊക്കെ എൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ ദൈവമില്ല എന്ന് പറയുന്നതാണെങ്കിൽ ഇവരൊക്കെ എൻ്റെ മുമ്പിലുള്ളൊരു ദൈവം പോലെയാണ്. ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ പിണറായിയിൽ ഒരു KSFൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്ന് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി, വൈക്കം വിശ്വൻ പ്രസിഡൻ്റായിരുന്നു. ഞാനന്ന് വടകര താലൂക്കിൻ്റെ KSFൻ്റെ പ്രസിഡൻറ്റുമാണ്. ആ ക്യാമ്പിൽ ഒരു 6 ദിവസം നീണ്ടു നിന്ന ക്യാമ്പായിരുന്നു പിണറായിൽ. അതിൽ PGൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത് ഒരു വല്ലാത്ത കമ്മ്യൂണിസത്തെ സംബന്ധിച്ചും സോഷ്യലിസത്തെ സംബന്ധിച്ചുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയത്. പിന്നെ കുടുംബത്തിനെ കുറിച്ച് അമ്മ, അതെ, ഞാൻ പറഞ്ഞല്ലോ കർക്കിടക മാസത്തിന്റെ ഒരു ശരിയാൻ പറഞ്ഞു. അപ്പൊ ഏതാണ്ട് അതിൻ്റെ അകത്തെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് എൻ്റെ കുടുംബ സാഹചര്യം. അമ്മ കർഷക തൊഴിലാളിയായിരുന്നു ആദ്യം, അച്ഛൻ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. രണ്ടാൾക്കും എഴുത്തും വായനയും അറിയാം. സാധാരണ സീതിയാജിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മഴ വന്ന സമയത്ത് പോലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കാര്യം ഇരിക്കാത്ത ആൾക്കാരാണ് അവർ രണ്ടുപേരും. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാറ്റിനും മത്സരിക്കും, പ്രസംഗത്തിനും മത്സരിക്കും, ഫാൻസി ഡ്രസ്സിനും, മോണോ ആക്ടിനും, നാടകവും. ഫാൻസി ഡ്രസ്സ് എൻ്റെ ഫസ്റ്റ് ഫാൻസി ഡ്രസ്സായിരുന്നു. ഞാൻ എൻ്റെ എടുക്കേണ്ട ഫോട്ടോ പിന്നെ പാലക്കാടാണുള്ളത്. പിന്നെ പ്രസംഗം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒന്നുകിൽ സെക്കൻഡ് ആയിരിക്കും അല്ല ഫസ്റ്റ് ആയിരിക്കും. ഇതിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൈനോട്ട് എവിടുന്നാ പഠിച്ചേ? അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കൈ നോക്കിയിട്ടൊക്കെ പല ആൾക്കാരുടെയും എൻ്റെ അടുക്ക വരില്ല പലരും. കാരണം സത്യം അവരുടെ എല്ലാം ഞാൻ പറയുമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ കൈറോന്റെ പുസ്തകമായിരുന്നു റെഫർ ചെയ്ത്, പ്രൊഫസർ കൈറോ. പിന്നെ മാജിക് അത് മാജിക് മഴ വരുത്തിക്കൂടെ? മാജിക് മാജിക് പഠിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് കണ്ണൂര്, അപ്പോൾ എൻ്റെ ചരിത്രവും കൂടി മനസ്സിലാവും. കണ്ണൂർ DC അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ ബ്രണ്ണൻ കോളേജ് ഗ്രാജുവേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഓഫീസിൽ നിന്ന് കാശ് കിട്ടുകയില്ല ഭക്ഷണത്തിന്, കയ്യിലോട്ട് കാശ് ഉണ്ടാവുകയില്ല. അപ്പം അന്ന് അവിടെ ഒരു ദേശാഭിമാനി ലേഖനുണ്ടായിരുന്നു, പൂഞ്ചോല പൽപ്പനാഭൻ. അവന് ഈ മാജിക്കോട് വലിയൊരു താല്പര്യമാണ്. അപ്പം ഞാനൊരു ഐറ്റം അങ്ങ് കാണിച്ചു കൊടുത്താൽ ഇത് അവന് പഠിക്കാൻ വലിയ താല്പര്യമാണ്. അപ്പം എൻ്റെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചോറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിവൻ തരും. അപ്പോൾ ഈ മാജിക്ക് ഇടക്കൊന്നങ്ങ് കാണിച്ചു കൊടുക്കും. ചിലത് ഐറ്റം കുറയും. അപ്പം പിന്നെ എന്താ വെച്ചാൽ കാണിച്ചു തന്നെ വീണ്ടും കാണിക്കണമല്ലോ. അപ്പം ഞാൻ പിന്നീട് ഇത് പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് മാജിക്ക് പഠിച്ചതിൻ്റെ. ഇങ്ങനെയുള്ള കുറേ രസകരമായിട്ടുള്ള കഥകൾ വേറെ ഉണ്ട്. സാർ മന്ത്രിയും മാഡം ഡോക്ടറും ഈ ഒരു രണ്ടുപേരും തിരക്കിട്ട ജീവിതമാണ്. ഇതിലിങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് കിട്ടുന്ന കുറേ സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും. എങ്ങനെ സാധാരണ ഇങ്ങനത്തെ ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ചെലവഴിക്കാൻ? എങ്ങനെയായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെലവഴിക്കലൊന്നുമില്ല. വന്നു വിട്ടാൽ അതനുസരിച്ച്. പിന്നെ ഡെയിലി ഇവിടെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കലാണ്, മഴയെ പറ്റിയും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവിനെ പറ്റിയും. നിങ്ങളോടുള്ള ചോദ്യം, കാരണം അമ്മ ഡോക്ടർ, അച്ഛൻ മന്ത്രി. അപ്പൊ നിങ്ങളുടെ ഒരു ലൈഫിൽ അച്ഛനമ്മയ്ക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടാറില്ലെന്നുണ്ടോ? തിരക്കിട്ട് അവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു? വിവാഹം അറേഞ്ച്ഡ് ആയിരുന്നു, അറേഞ്ച്ഡ് മാരേജ് ആണ്. മാഡം ഫാമിലി വൈസ് വളരെയധികം പൊളിറ്റിക്കലി
അപ്പൊ പിന്നെ അച്ഛനാണ് ആലോചിച്ച് തീരുമാനിച്ചത്. ശിവദാസ മേനോനായിരുന്നു അതിന്റെ ഒരു സൂത്രധാരൻ, പ്രവർത്തിച്ച ആള്. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫാമിലി, താങ്കളും പൊളിറ്റിക്കൽ ഫാമിലിയാണ്, എന്തെങ്കിലും അത് വേണ്ടായിരുന്നു? അയ്യോ, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമുക്കതൊരു പ്രശ്നമല്ല, ഒരു വ്യത്യാസമൊന്നും അങ്ങനെ തോന്നുന്നില്ല. കാരണം അച്ഛനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പാർട്ടിയുടെ ഇതിലൊക്കെ. കാരണം ഒന്നിൽ ജയിലിലായിരിക്കും, അല്ലെങ്കിൽ ഒളിവിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് യാത്രയിലായിരിക്കും. അപ്പൊ അതൊക്കെ കണ്ട് നമുക്ക് പരിചയമാണ്. അപ്പൊ പിന്നെ എനിക്കതൊരു വലിയ വ്യത്യാസം തോന്നില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. കാരണം ആ ഒരു കാലഘട്ടം കഴിഞ്ഞല്ലോ. അതെ. മന്ത്രിയായതിനു ശേഷം നിങ്ങളോടും ചോദ്യമാണ്, അച്ഛന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അച്ഛനുണ്ട്. അല്ല, എന്തെങ്കിലും ടെൻഷൻ കൂടുമ്പോ വീട്ടിലേക്ക് അതാ ഞാൻ ചോദിച്ചത്. അങ്ങനത്തെ ആണല്ലേ? അച്ഛന്റെ ഹ്യൂമർ സെൻസ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞുണ്ടോ? ഹ്യൂമർ സെൻസോ എനിക്ക് കൂടിയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ അവസരങ്ങൾ കൂടുതലാണ്. അതെ, സാധാരണ നിങ്ങളിപ്പോൾ രണ്ട് ആൺകുട്ടികളുടെ ഈ ഒരു ടീനേജ് പ്രായം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. ഈ അച്ഛൻ മന്ത്രിയായതുകൊണ്ട് അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? അതൊരു ചില സമയത്ത് പ്രശ്നമായിട്ട് വരും. നമുക്ക് അങ്ങനെ പറയാൻ പാടും. നിങ്ങൾക്ക് ദേഷ്യം വന്നൊന്ന് പ്രതികരിക്കാൻ അത് ആൾക്കാർ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്. നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് നമുക്ക് മനസ്സിലുള്ളത് ചിലപ്പോൾ പറയാൻ പറ്റുന്ന വരും. ഇവര് പിന്നെ ഒന്നും ഇടപെടാറില്ല. അതെ, പൊതുവെ അങ്ങനെ ഭയങ്കര എല്ലായിടത്തും ചെന്നിട്ട് വലിയൊരു ഹീറോയിസ് ഒന്നും കാണിക്കാറില്ല. അടുത്ത മാസം പറഞ്ഞ ഓണക്കാലാണ് സാർ. അതെ, ഓണക്കാലത്ത് കേരളത്തിന്റെ എങ്ങനെയാണ് കാണുന്നത് സാർ? സാധാരണ നിലയിൽ ഞാൻ ഈ ആഘോഷങ്ങളൊന്നും അത്ര ആസ്വദിക്കാറില്ല. അപ്പോൾ മണ്ഡലത്തിൽ പോകേണ്ടതുണ്ടോ അതിനിടക്ക്, പിന്നെ ഒന്ന് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഓണത്തിന് അങ്ങ് പോകും. ഓണം എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ കൂട്ടിയിട്ട് സാധാരണ നിലയിൽ പോകുന്നത്. പക്ഷെ ഇവിടെ കാണുന്ന ഓണം എല്ലാം അവിടെ ഉണ്ടാവും. എന്തായാലും ഓണത്തിന് ഓണപ്പൊട്ടിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, ലോ ഷെഡിങ് ഇല്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് നടത്തുന്നുണ്ട്. ആ ഓണത്തിന്റെ സമയത്ത് ഒരു ഇരുട്ടിലാകുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അറിയാമെങ്കിൽ പോലും വെളിച്ചം കിട്ടിയിരുന്നു എങ്കിൽ എന്നാലോചിച്ച് പോവല്ലോ. അരമണിക്കൂറെങ്കിലും. അതെ, ഒരു നിരവധി പരിപാടികൾ കാണുന്ന സമയത്തായിരിക്കും ഈ ഇതങ്ങ് പോവാ. ആ ഒരു വികാരം ഈ ഓണത്തിന് എന്തായാലും എല്ലാവരെയും ഇത്രയും സമയം നമുക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്.